ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് നിധിയെ സ്കൂട്ടർ പഠിപ്പിക്കാൻ ചെല്ലുന്നുവെങ്കിലും സുധീഷ് തന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് സുധീഷിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് നിധി. തുടർന്ന് തോമസ് ഏട്ടനെ കാണാനായി വന്ന സുധീഷ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ലൈസൻസ് ഇല്ലാതെ നീ വണ്ടി ഓടിച്ചാൽ ഇവിടെയുള്ള ഡ്രൈവർമാര് തന്നെ പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ സുധീഷിനെ ഒഴിവാക്കി വിടുകയാണ്. തുടർന്ന് സുധീഷും തോമസ് ഏട്ടനും കൂടി ബാറിലേക്ക് പോകുന്നു. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനോട് തോമസ് ഏട്ടൻ പറയുകയാണ്, എന്താ ഇപ്പോ ലൈസൻസ് 1 മാസത്തേക്കില്ല, 1 മാസം നീ ടൂർ പോയതാണെന്ന് വിചാരിച്ചാ മതി. അതിനുശേഷം നന്നായിട്ട് വണ്ടി ഓടിച്ച് സമ്പാദിക്ക്, ഭാര്യയെ നന്നായി നോക്ക്. സുധീഷ് ചോദിക്കുന്നു, ഭാര്യയോ നിധിയോ? തോമസ് ഏട്ടനെ പറയുകയുള്ളൂ, അവൾ എന്റെ ഭാര്യയാണെന്ന്. അവൾ എനിക്ക് ഒരു വിലയും തരുന്നില്ല. ശരി എന്ന് പറഞ്ഞ് ജോലിക്ക് വന്നാൽ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ജോലിയില്ല, വീട്ടിൽ പോടാന്ന് പറഞ്ഞ് തോമസ് ഏട്ടനും പറഞ്ഞു വിടും. തോമസ് ഏട്ടനും എന്നെ ഇഷ്ടമല്ല, നിധിക്കും എന്നെ ഇഷ്ടമല്ല, ജോലിയില്ല, കയ്യില് പണമില്ല. തോമസ് ഏട്ടൻ സുധീഷിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, തോമസ് ഏട്ടൻ ഒരു കാര്യം അറിയോ? എന്റെ ഭാര്യ എന്നോട് സംസാരിക്കാറേ ഇല്ല, പക്ഷെ വീട്ടിലുള്ള എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നു. സുഭാഷ് ഏട്ടൻ അവളെ പെങ്ങളായിട്ട് അങ്ങ് ദത്തെടുത്തിരിക്കുക. അവളാണെങ്കിൽ സുഭാഷ് ഏട്ടനെ കൂടെ പിറക്കാത്ത ചേട്ടനായിട്ടാ കാണുന്നത്. അവരുടെ സ്നേഹം കണ്ടാൽ കുളിരു കൂരും. അത് വിട്, അനിയൻ നികേഷ് ഉണ്ടല്ലോ, അവൻ അവളെ ഏട്ടത്തി അല്ലല്ല ഇടയ്ക്കിടയ്ക്ക് അമ്മയായിട്ടാ കാണുന്നത്. എന്തിന്? ഹരീഷിനോട് പോലും അവള് നല്ല സ്നേഹത്തിലാ സംസാരിക്കുന്നത്, പക്ഷെ എന്നെ അടുപ്പിക്കില്ല. അവിടെ അടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ എന്നെ വിരട്ടുക. എനിക്ക് അപമാനമായി. എന്റെ അച്ഛനില്ലേ, അയാള് പറയുക എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടനും എന്റെ അനിയന്മാരും കൂടി നിധിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം നടത്തുമെന്ന്. അത് കേട്ടപ്പോഴുള്ള എന്റെ ഒരു അവസ്ഥ. അങ്ങനെ സുധീഷ് വീണ്ടും മദ്യപിക്കുമ്പോൾ സുധീഷിനെ തടഞ്ഞ് തോമസ് ഏട്ടൻ പറയുകയാണ്, നിധി നിന്റെ ഭാര്യയാടാ, അവള് പിന്നെ എങ്ങനെ വേറെ കല്യാണം കഴിക്കുക? നീ കുടിച്ചത് ഓവറായെന്ന് തോന്നുന്നു. സുധീഷ് ചോദിക്കുന്നു, തോമസ് ഏട്ടൻ എന്തായി പറയുന്നത്? ഞാൻ ഓവറായെന്നോ? തോമസ് ഏട്ടന് സത്യം അറിയില്ല. നിധിയുടെ എന്റെയും കല്യാണം അവളൊരു കല്യാണമായിട്ട് കാണുന്നില്ല. തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നീ എന്താടാ ഈ പറയുന്നത്? നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്നല്ലേ പറഞ്ഞത്? ആ പെണ്ണ് നിന്നെ കിട്ടുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ? അപ്പൊ സുധീഷ് പറയണ്ട, തോമസ് ഏട്ടാ അതെല്ലാം കള്ളമായിരുന്നു, പക്ഷെ ആ കള്ളത്തിലും കുറച്ച് സത്യമുണ്ട്. നിധിക്കിത് കല്യാണം അല്ലായിരിക്കും, പക്ഷെ ഞാൻ ഇതിനെ കല്യാണമായിട്ട് തന്നെയാ കാണുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ സുധീഷ് പറയണ്ട, തോമസ് ഏട്ടൻ എന്നെ നിധിയുടെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് പറഞ്ഞു വിട്ടില്ലേ? അപ്പൊ തോമസ് ഏട്ടൻ പറയണ്ട, ആ കുട്ടിയുടെ കല്യാണത്തിന്റെ ഏർപ്പാടുകൾ നടക്കുമ്പോൾ അവിടെ ഒരു ഡ്രൈവറെ വേണമായിരുന്നു, അതിനുവേണ്ടിയാ ഞാൻ നിന്നെ അയച്ചത്. ഇത് കേട്ട് സുധീഷ് പറയണ്ട, അതെ കറക്റ്റ്, നിധിക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാനായി അവൾ എന്റെ സഹായം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രിക്ക് രാത്രി തിരുവനന്തപുരത്തേക്ക് വന്നു. പാതി വഴിയിൽ വെച്ച് അവളുടെ അച്ഛനും ഗുണ്ടകളും ഞങ്ങളുടെ പിന്നാലെ വന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തോമസ് ഏട്ടനോട് പറയുകയാണ് സുധീഷ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറിയതും അവിടെ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നീട് നടന്ന കാര്യങ്ങളും എല്ലാം കേട്ട് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നീ എന്തിനാടാ ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അപ്പൊ സുധീഷ് പറയുകയാണ്, എല്ലാവരും വിശ്വാസമല്ലേ തോമസ് ഏട്ടാ, എപ്പോഴെങ്കിലും അവൾ എന്നെ പ്രണയിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ 4 മാസത്തില് അവളോട് കൂടുതൽ അടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ ആഗ്രഹിച്ച് നിധിക്ക് വേണ്ടി ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. പാവം, അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ശരി, അവളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രണയം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ പഠിപ്പിക്കണ്ടെന്ന് അവള് പറയുന്നത്. എന്റെ ഇളയനിയൻ നികേഷ് ഇല്ലേ, അവൻ പഠിപ്പിച്ചാ മതിയെന്ന്. എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്നെ തോമസ് ഏട്ടൻ ഇൻസൾട്ട് ചെയ്ത് വഴക്ക് പറഞ്ഞു. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നടാ, നീ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. അന്ന് സ്റ്റേഷനിലേക്ക് ആ കുട്ടി വന്നില്ലായിരുന്നോ? നിന്നെ പുറത്തിറക്കാൻ പറ്റില്ലെന്ന് ആലോചിച്ച ആ കുട്ടി ഒരുപാട് വിഷമിച്ചു. ഞാൻ വിചാരിച്ചു ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ കുട്ടി വിഷമിക്കുന്നതെന്ന്. സുധീഷ് ചോദിക്കുന്നു, തോമസ് ഏട്ടൻ എന്തായി പറയുന്നത്? ഭർത്താവോ? എന്നെ അവളൊരു മനുഷ്യനായിട്ട് പോലും വിചാരിച്ചിട്ടില്ല, പിന്നല്ലേ ഭർത്താവ്? തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നിങ്ങളുടെ കല്യാണം നിയമപരമായി നടന്നതല്ലേ? നിന്റെ വീട്ടിലല്ലേ ആ കുട്ടി താമസിക്കുന്നത്? ഈ നാട്ടിലുള്ളവരെല്ലാവരും ആ കുട്ടി നിന്റെ ഭാര്യയാണെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഭാര്യയല്ലാന്ന് അവളും പറഞ്ഞിട്ടില്ല. നിന്നോട് പ്രണയം ഇല്ലാത്തത് കൊണ്ടാണോ അവള് നിന്റെ വീട്ടിൽ താമസിക്കുന്നത്? അവക്ക് നിന്റെ ഇഷ്ടമാടാ. എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? നീ അവളുടെ ഭർത്താവായി തന്നെ ജീവിക്കണം. നിന്റെ അധികാരവും അവകാശങ്ങളും ഒന്നും നീ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അവളുടെ മുഖത്ത് നോക്കി ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറയണം. ചില പെൺകുട്ടികൾക്ക് അങ്ങനെ അവകാശത്തോടു കൂടി സംസാരിക്കുന്ന ഭർത്താക്കന്മാരെയാണ് ഇഷ്ടം. ഇപ്പൊ നിന്റെ ഭാര്യ ജോലിക്കും പോകുന്നുണ്ട്. നിന്നെ പോലെ എല്ലാവരും മടിച്ചു മാറി നിൽക്കുന്നവരല്ല. അവിടെ ആരെങ്കിലും നിന്റെ ഭാര്യയോട് അടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നീ എന്നേക്കുമായി ഒഴിഞ്ഞു മാറേണ്ടി വരും. ഇതെല്ലാം കേട്ട് സുധീഷ് ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് രാത്രിയിൽ വീട്ടിലേക്ക് വരികയാണ് സുധീഷ്. ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. നീ എന്താടാ കുടിച്ചിട്ടുണ്ടോ? നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിങ്ങൾക്ക് എന്നോട് സഹതാപം ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എടാ സുധീഷേ, നിന്റെ ചേട്ടനും അനിയന്മാരും നിന്നെ പറ്റി ആലോചിക്കുന്നതേ ഇല്ല. നിധി ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ നിന്റെ ഭാര്യയായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരുടെ സഹോദരിയായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. നീയും അവളും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇവിടെ ആർക്കുമില്ല. ശരിക്കും അവര് നിന്റെ കൂടെ നിൽക്കേണ്ടതല്ലേ? നിന്നെയും നിധിയെ ഒന്നിപ്പിക്കേണ്ടത് അവരല്ലേ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണം, ഇപ്പൊ എന്തിനാ നിങ്ങൾ അത് തന്നെ പറയുന്നത്? ഞാൻ
ഞാൻ അതോർത്ത് ദേഷ്യത്തിലും വിഷമത്തിലോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അപ്പൊ ഭാസ്കരൻ ചോദിക്കണ, ഈ ലോകത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചിട്ടുള്ളത്? വീട്ടുകാർ ആലോചിച്ച് നടത്തുന്ന കല്യാണം പോലും പലർക്കും ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെട്ടല്ല കല്യാണം കഴിച്ചതെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കും. ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. പിന്നെ അവരെ അടിച്ചു പിടിച്ചങ്ങ് ജീവിക്കും. നീ അവളുടെ കൂടെ പോലും അല്ലല്ലോ കിടക്കുന്നത്. നീ നിന്റെ അനിയന്മാരുടെയും ചേട്ടന്റെയും കൂടെ അല്ല കിടക്കുന്നത്. നീ താലി കെട്ടിയ പെണ്ണല്ലേ അവള്. കല്യാണം എങ്ങനെ നടന്നാലും നിയമപരമായി അവള് നിന്റെ ഭാര്യയല്ലേ. രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് 2 കുട്ടികളും ഒക്കെ ആയാൽ എല്ലാ പ്രശ്നവും തീരും. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്ന നിന്റെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല. ഇവ ശരിയാകില്ല എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞു പോകും. ഇത് കിട്ടിയ സുധീഷ് ചോദിക്കണ, നിങ്ങളോടിപ്പം ഞാൻ ഉപദേശം ചോദിച്ചോ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ ഉപദേശിച്ചതൊന്നും അല്ല. നിനക്ക് നല്ലത് പറഞ്ഞു തരാൻ ഈ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവള് നിന്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ നീ ആദ്യം അവളുടെ ഭർത്താവാകണം. നീ ഇങ്ങനെ അകന്നു മാറി നിന്നാൽ അവളും അകന്നകന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി നിന്റെ ഇഷ്ടം. സുധീഷ് ചോദിക്കുന്നു, പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ, ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഭാസ്കരൻ പറയണേ, എനിക്കെന്താ, നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്, കേട്ടാ നിനക്ക് കൊള്ളാം. അങ്ങനെ ഭാസ്കരൻ ഉറങ്ങാനായി കിടക്കുകയാണ്. തുടർന്ന് ഭാസ്കരന്റെ വാക്കുകൾ ഓർക്കുന്ന സുധീഷ് ഉറങ്ങിക്കിടക്കുന്ന സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും ഒന്ന് നോക്കിയിട്ട് നിധിയുടെ റൂമിലേക്ക് പോവുകയാണ്. സുധീഷ് ഓർക്കുന്നു, നിധി പലതവണ തന്നെ ഒഴിവാക്കുന്ന രീതിയിൽ സംസാരിച്ചത്. സുധീഷ് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വീട്ടിലേക്ക് വന്ന നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനോട് സംസാരിച്ചത്. സുധീഷ് തന്നെ സ്കൂട്ടർ പഠിപ്പിക്കേണ്ട, നികേഷ് പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. തുടർന്ന് നിധിയുടെ റൂമിനകത്തേക്ക് കയറിയ സുധീഷ് വാതിലടയ്ക്കുകയാണ്. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നിധി ഇതൊന്നും അറിയുന്നില്ല. സുധീഷ് മനസ്സിൽ പറയുന്നു, നിധി നിന്റെ ഭാര്യ, അവളുടെ മേലെ നിനക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. നീ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? ഭർത്താവിന്റെ അധികാരം നീ കാണിച്ചില്ലെങ്കിൽ അവള് നിന്റെ ഭാര്യയായിട്ട് ജീവിക്കില്ല. ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവൾക്ക് മനസ്സിലാകണം. അങ്ങനെ നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷ് ആലോചിക്കണ്ട. അയാള് പറഞ്ഞതുപോലെ നീ ഇങ്ങനെ അകന്നു നിന്നാൽ അവൾ എന്നേക്കുമായി നിന്നിൽ നിന്നും അകന്നു പോകും. നിനക്ക് നിധിയെ ഇഷ്ടമല്ലേ? നിധി നിന്റെ ഭാര്യയല്ലേ? പിന്നെന്താ നീ ആലോചിക്കുന്നത്? അങ്ങനെ സുധീഷ് നിധിയുടെ ഒപ്പം ബെഡിലേക്ക് കിടക്കുകയാണ്. ഉറക്കം ഉണർന്ന നിധി തന്റെ അരികിൽ കിടക്കുന്ന സുധീഷിനെ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. സുധീഷ് ഹായ് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇവിടെ ചെയ്യുന്നത്? എഴുന്നേറ്റിരുന്ന സുധീഷ് ചോദിക്കുകയാണ്, നിധി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ വേറെ ആരുമല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ. നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ പിന്നെ എന്തിനാ ഈ റൂമിന് പുറത്ത് കിടക്കുന്നത്? ഞാൻ ഇനി മുതൽ ഇവിടെ കിടക്കുക. എന്റെ ചേട്ടന്റെ അനിയന്മാരുടെ ഒപ്പം എനിക്കിനി ഹോളിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്റെ കൂടെ നിന്റെ റൂമിലേക്ക് കിടക്കും. അങ്ങനെ സുധീഷ് ബെഡിലേക്ക് കിടക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നിധി പറയുകയാണ്, സുധീഷ് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? സുധീഷ് ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന് നേരം എടുത്തോ? അപ്പോൾ നിധി പറയുകയാണ്, എഴുന്നേറ്റ് പോകാനാ പറഞ്ഞത്. അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? എപ്പോഴും നിധി എന്നെ ഒഴിവാക്കുകയല്ലേ? നിധി പറയുന്നു, സുധീഷ് റൂമിന് പുറത്തിറങ്ങി പോകാനാ പറഞ്ഞത്. അപ്പൊ സുധീഷ് പറയുകയാണ്, പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. എന്ത് ചെയ്യും? റോഡിൽ കൂടെ പോകുന്നവനെ വഴക്ക് പറയുന്നത് പോലെയാണല്ലോ എന്നെ വഴക്ക് പറയുന്നത്. ഞാനെന്താ റൗഡിയാണോ? നിന്റെ ഭർത്താവാ? ഭർത്താവ് ഭാര്യയുടെ ഒപ്പം റൂമിൽ കിടക്കാതെ വേറെ എവിടെ പോകണമെന്നാ പറയുന്നത്? ഞാൻ പോകില്ല. നിധി ചോദിക്കുന്നു, സുധീഷിന് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മര്യാദയ്ക്ക് പുറത്തു പോ, ഞാൻ വരാന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ നിധി പിന്നോട്ടേക്ക് മാറുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ നിധി ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത്? എന്നെ കണ്ടാൽ പ്രേതമായിട്ടോ ഭൂതമായിട്ടോ തോന്നുന്നുണ്ടോ? ഞാൻ 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വരുമ്പോൾ നീ 4 സ്റ്റെപ്പ് പിന്നിലേക്ക് പോകുന്നു. നീ എന്റെ ഭാര്യ, നിന്റെ കഴുത്തില് ഞാൻ കിട്ടിയ താലിയുണ്ട്. നിയമത്തിന്റെ മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമാ. ഞാൻ അടുത്ത് വരുമ്പോൾ നിധി എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇങ്ങോട്ട് നോക്ക് നിധി, ഞാൻ ഇനി ഈ റൂമിലാ കിടക്കുക. സുധീഷ് എന്താ ഈ പറയുന്നത്? മര്യാദയ്ക്ക് പുറത്തു പോകുന്ന നിധി പറയുമ്പോൾ പോകാൻ പറ്റില്ലെന്ന് പറയുകയാണ് സുധീഷ്. എങ്കിൽ ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞ് നിധി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിക്കുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് വാതിലിൽ ചാരി നിധിയെ തടയുകയാണ് സുധീഷ്. നിധിക്കും പുറത്തു പോകാൻ പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് എന്തായി ചെയ്യുന്നത്? മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറി നിൽക്ക്. മാറാൻ പറ്റില്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ടെൻഷനോട് കൂടി ഉറക്കെ സുഭാഷേട്ടാന്ന് വിളിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, തുടങ്ങി. എന്തിനാ സുഭാഷേട്ടനെ വിളിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ ഇപ്പൊ സുഭാഷേട്ടാന്ന് ഉറക്കെ വിളിക്കുന്നേ? വാതിൽ തുറക്കാനല്ലേ പറഞ്ഞതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, തുറക്കാൻ പറ്റില്ല നിധി. സുഭാഷേട്ടാ ഓടി വന്ന് പറഞ്ഞ് കരങ്ങി ബഹളം വെക്കുകയാണ് നിധി. ഇത് കേട്ട് ഉറക്കം ഉണർന്ന സുഭാഷ് ചുറ്റും നോക്കുകയാണ്. നിധി കരഞ്ഞോണ്ട് ഉറക്കെ പറയുന്നു, സുഭാഷേട്ടാ കഥക് തുറക്ക്. പെട്ടെന്ന് സുധീഷ് കഥകിന്റെ കുറ്റി ഇടുകയാണ്. ഇത് കണ്ട് നിധി ചോദിക്കുന്നു, എന്തിനാ സുധീഷ് കഥകിന്റെ കുറ്റി ഇട്ടത്? സുഭാഷേട്ടാ ഒന്ന് ഓടിവാ. നിധി എന്ന് വിളിച്ച ടെൻഷനോടുകൂടി എഴുന്നേറ്റ് ലൈറ്റിട്ട് ഹരീഷിനെയും നികേഷിനെയും തട്ടി വിളിക്കുകയാണ് സുഭാഷ്. നിധിയുടെ കരച്ചിലാടാ കേൾക്കുന്നത്, എഴുന്നേൽക്കടാ. അങ്ങനെ വാതിലിന്റെ അരികിലേക്ക് വന്ന് നിധി എന്ന് വിളിക്കുകയാണ് സുഭാഷ്. കരഞ്ഞോണ്ട് നിധി സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ ഹരീഷും നികേഷും സുഭാഷിന്റെ അരികിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? കഥകിന്റെ കുറ്റി എടുക്കും മോളെ. ഏട്ടത്തി എന്ത് പറ്റിയെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടാ സുധീഷ് അകത്തേക്ക് കയറി കഥക് അടച്ചിരിക്കുക. സുധീഷിന്റെ പുറത്തേക്ക് വിടുന്നില്ല. സുഭാഷേട്ടാ എനിക്ക് പേടിയാകുന്നു. സുധീഷ് കഥക് തുറക്കെന്ന് പറഞ്ഞ വാതിലിൽ തട്ടി ബഹളം വെക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. നീ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടി നിധി ചോദിക്കുന്നു, സുധീഷ് ഇപ്പം കഥക് തുറക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ സുധീഷ് പറയുകയാണ്,
പറയണ പറ്റില്ല എന്ന് പറഞ്ഞില്ല നിധി. ഇന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോകില്ല. ബഹളം കേട്ട് ഭാസ്കരനും ഉണരുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാത്തിനും സുഭാഷ് എന്നെ വിളിക്കുന്നത്? കരഞ്ഞോട്ട് നിധി പറയുകയാണ്, സുഭാഷേട്ടാ കഥവ് തുറക്കാൻ പറ. ദേഷ്യത്തോടുകൂടി വാതിൽ തട്ടി സുഭാഷ് പറയുന്നു, എടാ നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്, വാതിൽ തുറക്കടാ. ടെൻഷനോടുകൂടി ഭാസ്കരൻ മനസ്സിൽ പറയുന്നു, ഇവൻ എന്ത് പണിയായി കാണിച്ചത്? നിധി ഭയത്തോടുകൂടി പൊട്ടിക്കരയുമ്പോൾ സുധീഷ് നിധിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സുധീഷിനെ തള്ളിയിട്ട് വാതിലിന്റെ കുറ്റി എടുക്കുകയാണ് നിധി. നിധി വാതിൽ തുറക്കുമ്പോൾ ടെൻഷനോടുകൂടി അകത്തേക്ക് കയറി വരികയാണ് സുഭാഷും നികേഷും ഹരീഷും. താഴെ വീണ് കിടക്കുന്ന സുധീഷ് പറയുകയാണ്, നിധി എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. കരഞ്ഞോണ്ട് നിധി പറയുന്നു, സുഭാഷേട്ടാ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സുധീഷ് എന്റെ അരികെ വന്ന് കിടന്നു. ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോകില്ല. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ എന്താടാ ഇത്? എന്നെ തള്ളിയിട്ട് സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ എഴുന്നേൽക്കുകയാണ്. അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുകയാണ്, നിന്നോടാടാ ചോദിച്ചത്, നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നേ? സുധീഷ് ചോദിക്കുന്നു, ഞാനല്ലാതെ വേറെ ആരാ അവളുടെ അടുത്ത് വന്ന് കിടക്കുക? സുഭാഷേട്ടാ ഞാനല്ലേ അവളുടെ ഭർത്താവ്. അവൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്നെ ചോദ്യം ചെയ്യുകയാണ് സുഭാഷേട്ടൻ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് നീ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ സുധീഷ് പറയണ, വാ അടക്കടാ, അവളെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്നതാ. ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നാൽ എന്താ പ്രശ്നം? എന്റെ ഭാര്യ തന്നെയല്ലേ അവള്. അപ്പൊ നിധി പറയണ, റൂമിൽ വന്നത് മുതൽ സുധീഷ് ഇങ്ങനെ തന്നെയാ സംസാരിക്കുന്ന സുഭാഷേട്ടാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, നിധി എന്തിനാ ഇങ്ങനെ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നത്? നിന്റെ ഭർത്താവായ ഞാൻ അകത്ത് വന്നപ്പോൾ അയ്യോ സുഭാഷേട്ടാ രക്ഷിക്കെന്ന് പറഞ്ഞ ബഹളം വെക്കുകയാണോ? സുഭാഷ് ചോദിക്കുന്നു, മിണ്ടാതിരിക്കടാ, വിവരമില്ലേ നിനക്ക്? നിധി പാവം ഭയന്ന് നിൽക്കുക. അപ്പൊ സുധീഷ് പറയണ, നിധി എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നത്? അതിന് ഞാൻ അവളെ എന്ത് ചെയ്തു? സുഭാഷേട്ടൻ തന്നെ ചോദിക്ക് ഞാൻ എന്താ ചെയ്തതെന്ന്. അവളുടെ അടുത്ത് പോയി കിടന്നു. അതിനവള് അയ്യോ സുഭാഷേട്ടാ എന്ന് വിളിച്ച് കരയുടെ കാര്യമുണ്ടോ? ഉടനെ സുഭാഷേട്ടൻ വന്ന് എന്നെ ചോദ്യം ചെയ്യുകയാണോ? എന്താ ഇവിടെ നടക്കുന്നത്? അവൾ എന്റെ ഭാര്യയാണ് സുഭാഷേട്ടാ. ഞാൻ അവളുടെ ഒപ്പം റൂമിൽ കിടക്കാൻ പാടില്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ കർണം മുഖച്ചടിച്ച് സുഭാഷ് ചോദിക്കുന്നു, കുടിച്ചിട്ട് വന്നിട്ട് അനാവശ്യം പറയുന്നോടാ. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഭാസ്കരൻ. സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ എന്താ ആരാണ്ടര വീട്ടിൽ പോയി അയാളുടെ ഭാര്യയോടൊപ്പം ആണോ കിടന്നത്? ഇത് എന്റെ വീടല്ലേ, ഇവൾ എന്റെ ഭാര്യയല്ലേ. ഞാൻ അവളുടെ ഒപ്പം റൂമിൽ കിടന്നാൽ എന്താ പ്രശ്നം? ശരിക്കും സുഭാഷേട്ടൻ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ അവളുടെ മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറയുകയോ അടിക്കുകയും ചെയ്യരുത്. സുഭാഷേട്ടൻ ചെയ്യുന്നത് തെറ്റാ. ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോ, ഞാൻ ഈ റൂമിൽ ആ ബെഡിൽ കിടക്കും. നിന്നോടല്ലേ പറഞ്ഞെന്ന് ചോദിച്ച് സുഭാഷ് വീണ്ടും സുധീഷിനെ തല്ലുകയാണ്. നിങ്ങൾ എന്നെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ച് സുധീഷ് സുഭാഷിനെ അടിക്കാനായി കൈ ഉയർത്തുകയാണ്. ഹരീഷ് ഉറക്കെ സുധീഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധിയും നികേഷും. ഹരീഷ് പറയുന്നു, കൈ താഴ്ത്ത് സുധീഷ് ഏട്ടാ, കൈ മാറ്റാനാ പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് കൈ താഴ്ത്തുമ്പോൾ ഇനി ഇവിടെ നിന്ന് ശരിയാകില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോയി തന്റെ ബെഡിൽ ഇരിക്കുകയാണ്. സുധീഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, വാ സുധീഷ് ഏട്ടാ, ഞാൻ അവളുടെ ഒപ്പമേ കിടക്കുന്ന സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടാ നന്നായി കുടിച്ചിട്ടുണ്ട്, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി ഹരീഷ് പുറത്തേക്ക് പോവുകയാണ്. സുധീഷ് ഉറക്കെ പറയുന്നു, നീ എന്തിനാണ് എന്നെ പുറത്താക്കുന്നത്? അവൾ എന്റെ ഭാര്യയാടാ. റൂമിന്റെ പുറത്തേക്ക് വന്ന സുധീഷ് ഹരീഷിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ചോദിക്കുന്നു, എന്നെ എന്തിനാടാ വിളിച്ചോണ്ട് വരുന്നത്? ഞാൻ വരില്ല, ഞാൻ ആ റൂമിൽ അവളുടെ ഒപ്പം കിടക്കും. ഞാൻ അവളുടെ ഭർത്താവാടാ. അവൾക്കത് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ലടാ. അപ്പൊ ഹരീഷ് പറയുകയാണ്, കുടിച്ചിട്ട് എന്തും പറയാമെന്നാണോ? വാ സുധീഷ് ഏട്ടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഹരീഷ്. സുധീഷിനെ കൂട്ടി റൂമിനകത്തേക്ക് കയറിയ ഹരീഷ് വാതിലടച്ച് കുറ്റിയിടുന്നു. ഇതെല്ലാം കണ്ട് നിധി പൊട്ടിക്കരയുകയാണ്. സുഭാഷും നികേഷും വിഷമത്തോടു കൂടി നിൽക്കുന്നു. സുധീഷിനെ പിടിച്ചു തള്ളിക്കൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, സുധീഷൻ എന്തായി ചെയ്യുന്നതെന്നറിയോ? ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക്? അപ്പൊ സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? അവൾ എന്റെ ഭാര്യയാടാ. ഭാര്യയുടെ റൂമിൽ ഭർത്താവ് കിടക്കുന്നത് ഒരു തെറ്റായ കാര്യമാണോ? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, മിണ്ടരുത്. ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഇപ്പൊ തന്നെ ഈ വീട് വിട്ട് പോണോ? എന്തിനാ ഇങ്ങനെ ഏട്ടത്തിയെ പേടിപ്പിക്കുന്നത്? നിന്റെ ഒരു റൗഡിയായിട്ടാ കാണുന്നത് ഏട്ടത്തി. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ആരാടാ റൗഡി? നീ അവളെ സപ്പോർട്ട് ചെയ്യുകയാണോ? എന്നെ കുറിച്ച് നീ ഒന്നും ചിന്തിക്കില്ലേ? മാറിന്റെ അങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷ് റൂമിന് പുറത്തേക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ പോകരുതെന്ന് പറഞ്ഞ് സുധീഷിനെ തടയുകയാണ് ഹരീഷ്. പറയുന്ന കേക്കെന്ന് പറഞ്ഞ് സുധീഷിനെ തല്ലി ബെഡിലേക്ക് പിടിച്ചിരുത്തുകയാണ് ഹരീഷ്. സുധീഷ് തളർന്നിരിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഇരിക്കവിടെ, എഴുന്നേറ്റാ കൊന്നുകളയും ഞാൻ. അവിടെ കിടക്കെന്ന് പറഞ്ഞ് സുധീഷിനെ ബെഡിലേക്ക് തള്ളുകയാണ് ഹരീഷ്. വിഷമത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ഹരീഷ് നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ എന്റെ ഭാര്യയാടാ, എനിക്ക് അവളെ ഇഷ്ടമാടാ. അവൾ അത് മനസ്സിലാക്കുന്നില്ല, നീയും മനസ്സിലാക്കുന്നില്ലടാ. തുടർന്ന് നിധി പൊട്ടിക്കരയുമ്പോൾ കണ്ടു നിറങ്ങിയ നിധിയെ നോക്കുകയാണ് സുഭാഷും നികേഷും. അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, മോളെ കരയല്ലേ, സോറി മോളെ. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ നന്നായി ഉറങ്ങുകയായിരുന്നു സുഭാഷ് ഏട്ടാ, നമ്മുടെ വീടാണല്ലോ, ഭയമില്ലാതെ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ വാതിലിൽ കുറ്റിയിട്ടില്ലായിരുന്നു. സുധീഷ് അകത്ത് വന്ന് എന്റെ അടുത്ത് കിടന്നു. പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായി വന്നപ്പോൾ എന്നെ തടഞ്ഞ് കതകിന്റെ കുറ്റിയിട്ടു. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇവൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല മോളെ, സോറി മോളെ, ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ്. ഒരു മിനിറ്റ് മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് വെള്ളം എടുത്തോണ്ട് വന്ന് നിധിക്ക് കൊടുക്കുകയാണ്. നിധി ആ വെള്ളം കുടിക്കുമ്പോൾ കണ്ടു നിറങ്ങിയ കൈകൂപ്പി സുഭാഷ് പറയുന്നു, മോളെ ക്ഷമിക്കണം മോളെ, ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. ഇനി അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം മോളെ. മോൾ ഉറങ്ങിക്കോ, കഥ കുറ്റിയിട്ടിട്ട് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, പേടിക്കണ്ട. മോളെ സുഭാഷ് ഇവിടെ ഇല്ലേ, ഞാൻ നോക്കിക്കോളാം, മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വാതിലടക്കുകയാണ് സുഭാഷ്. ഒന്ന്
ആലോചിച്ച ടെൻഷനോടുകൂടി വാതിലിന്റെ കുറ്റിയിട്ട് ബെഡിലേക്ക് ഇരുന്ന പൊട്ടിക്കരയുകയാണ് നിധി. മദ്യപിച്ച് ലക്ക് കേട്ട സുധീഷ് അരികിലിരിക്കുന്ന ഹരീഷിനോട് പറയുന്നു, ഹരീഷ്, ഞാനാണോടെ തെറ്റ് ചെയ്തത്? അവൾ എന്റെ ഭാര്യയാടാ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് കേട്ടുകൊണ്ട് സുഭാഷ് അവിടേക്ക് വരികയാണ്. അപ്പൊ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കുടിച്ചിട്ടുണ്ട്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ വന്നോ? ഈ ഹരീഷ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. എടാ ഹരീഷേ, ഞാനല്ലേ അവളുടെ റൂമിലേക്ക് പോയത്? എന്തിനാ ആവശ്യമില്ലാതെ ഒരു സീൻ ഉണ്ടാക്കുന്നത് അവള്? ഞാൻ അവളുടെ ഭർത്താവാണെന്നുള്ള കാര്യം അവൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. അത് ഓർമ്മിപ്പിക്കണ്ടേ? ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ മിണ്ടാതിരിക്കുക. അപ്പൊ സുധീഷ് ചോദിക്കട്ടെ, ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? നിയമപരമായി അവൾ എന്റെ ഭാര്യയാ. നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നേ? പോയി അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാന്ന് പറഞ്ഞ സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പറഞ്ഞ സുഭാഷും ഹരീഷും കൂടി സുധീഷിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ്. ബെഡിലേക്ക് കിടന്ന സുധീഷ് പറയുകയാണ്, അവൾ എന്നെ മനസ്സിലാക്കുന്നില്ലടാ. ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹരീഷ് എന്നെ വിടടാ. അങ്ങനെ സുധീഷ് ബോധം കെട്ടി ഉറങ്ങുകയാണ്. സുഭാഷും ഹരീഷും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. തുടർന്ന് രാവിലെ സമയം ഒരുപാടായിട്ടും നിധി എഴുന്നേൽക്കാത്തത് കൊണ്ട് നിധിയുടെ റൂമിന്റെ അരികിലേക്ക് വന്ന് തട്ടി വിളിക്കുകയാണ് സുഭാഷ്. കൂടി കഴിഞ്ഞ് അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഏട്ടത്തി ഇതുവരെ ഉണർന്നില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, എഴുന്നേറ്റായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ ചായ വേണോന്ന് ഞാൻ ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. കുളിച്ചിട്ട് ഉടനെ തന്നെ അകത്തേക്ക് പോയി. സുധീഷൻ എവിടെയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അകത്ത് കിടപ്പുണ്ട്. ആ കുട്ടിയുടെ മുഖത്തെ എങ്ങനെ നോക്കുമെന്ന് പോലും അറിയില്ല. അവൻ എന്താടാ ഇങ്ങനെ ആയിപ്പോയെ? അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എവിടെ? അപ്പൊ സുഭാഷ് പറയുകയാണ്, നിധി ഇപ്പൊ വരും. നീ പോയി കുളിച്ചിട്ട് വാ, കോളേജിൽ പോകണ്ടേ? ഇത് കേട്ട് നികേഷ് മടിച്ചു നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, പോയി കുളിച്ചിട്ട് വാടാ. ഒന്ന് ആലോചിച്ച് നികേഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നികേഷ് കോളേജിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. ഹരീഷും നികേഷും സുഭാഷും നിധിയെ ശ്രദ്ധിക്കുന്നു. ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങിയ നിധിയോട് സുഭാഷ് ചോദിക്കുന്നു, മോള് റെഡിയായോ? ഇന്നലെ രാത്രി നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. സുധീഷ് ചെയ്തത് വലിയ തെറ്റാ. അവരോട് ക്ഷമിക്ക്. എനിക്ക് എന്ത് പറയണോന്നറിയില്ല. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്തിനാ എന്നോട് സോറി പറയുന്നത്? സുഭാഷേട്ടൻ എന്ത് ചെയ്തിട്ടാ? അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഒരുപാട് വിഷമിച്ചു. സോറി ഏട്ടത്തി. ഇത് കേട്ട് നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ ഓഫീസിൽ പോകുക. അപ്പൊ സുഭാഷ് പറയുന്നു, സമയമുണ്ടല്ലോ മോളെ. അപ്പൊ നിധി പറയുകയാണ്, ഇല്ല സുഭാഷ് ഏട്ടാ ഞാൻ ഇറങ്ങുക. അപ്പൊ സുഭാഷ് പറയുന്നു, മോക്ക് ലഞ്ച് എടുത്തോണ്ട് വരാം ഞാൻ. വേണ്ട സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, ശരി ദോശ ഉണ്ടാക്കി തരാം, അത് കഴിച്ചിട്ട് പോ. ഞാൻ കഴിച്ചോളാം സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി ഞാനും കൂടി വരാം. അപ്പൊ നിധി പറയുകയാണ്, കോളേജിലേക്ക് പോകാൻ ഇനി സമയമുണ്ടല്ലോ, നീ പതിയെ പോയാ മതി. ഏട്ടത്തി തനിച്ചു പോകണ്ടേന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സാരമില്ല ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിധി മോൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചോളാം സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഏട്ടത്തിയെ? വേണ്ട ഹരീഷ് എന്ന് പറഞ്ഞ നിധി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷും ഹരീഷും നികേഷും കണ്ടു നിറങ്ങിയ നിധി പോകുന്നത് നോക്കി നിൽക്കുന്നു. സുഭാഷ് പറയുന്നു, ആ കുട്ടി നല്ല വിഷമത്തിലാടാ, പാവം രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തുടർന്ന് ആരാടാ ലൈറ്റ് ഇട്ടെന്ന് ചോദിച്ച് ഉറക്കം ഉണരുകയാണ് സുധീഷ്. ക്ഷീണത്തോടുകൂടി സുധീഷ് എഴുന്നേറ്റിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ഹരീഷ്. എടാ ഹരീഷ് നീ എഴുന്നേറ്റ് വന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. എടാ ഹരീഷ് എന്ന് സുധീഷ് വിളിക്കുമ്പോൾ പോടാ എന്ന് പറഞ്ഞ് ഹരീഷ് തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ സുധീഷ് പറയണം, പോടാന്നോ? ഇവൻ എന്ത് പറ്റി? ഈ സമയം ID കാർഡ് എടുക്കാനായി നികേഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കണം, നികേഷ് കോളേജിൽ പോകാൻ സമയമായോ? സുധീഷിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നികേഷ് അവിടെ നിന്ന് പോകുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവനും വേണ്ടില്ലേ, ഇവർക്കൊക്കെ എന്തു പറ്റി? പെട്ടെന്ന് സുധീഷ് ഓർക്കുകയാണ്, ബാറിലിരുന്ന് മദ്യപിച്ചതും നിധിയുടെ ഒപ്പം ബെഡിൽ കിടന്നതും നിധി ബഹളം വെച്ചതും സുഭാഷ് തല്ലിയതുമെല്ലാം. തുടർന്ന് തലയിൽ കൈവച്ച് ടെൻഷനോടുകൂടി സുധീഷ് ഇരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് സുഭാഷേട്ട സോറി എന്ന് പറഞ്ഞ് സുധീഷ് കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റി സുഭാഷ് പറയുന്നു, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നാണക്കേടാ. ഇത്രയ്ക്ക് മോശമായിട്ട് നീ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നീ എന്റെ അന്യനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. സുഭാഷേട്ടാ അതെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്ത് സുഭാഷേട്ടൻ? നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലടാ. രാത്രി സമയത്ത് ആ കുട്ടിയുടെ റൂമിൽ പോയി നീ എന്തൊക്കെയാടാ പറഞ്ഞത്? പാവം കുട്ടി ഭയന്ന് ബഹളം വെച്ച് ഒരു റൗഡിയെ പോലെ ആയിരുന്നടാ നീ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പ്. എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ഞാൻ ദേഷ്യത്തിൽ ചെയ്തു പോയതാ. സുഭാഷ് ചോദിക്കുന്നു, എന്ത് ദേഷ്യം? ദേഷ്യം വന്നാൽ ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിന്നെ ഞാൻ അങ്ങനെയാണോടാ വളർത്തിയത്? ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ലേ? വിവരമില്ലേടാ നിനക്ക്? ഇതൊക്കെ ഒരാൾ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാൻ? അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നത്, സുഭാഷേട്ടാ എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? ഇവനോട് സംസാരിക്കുന്നത് തന്നെ വേസ്റ്റാ. വാ സുഭാഷേട്ടാ. അങ്ങനെ സുഭാഷിനെ കൂട്ടി ഹരീഷ് അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷേട്ടാ ഹരീഷ് എന്ന് വിളിച്ച് തലയിൽ കൈവച്ച് ടെൻഷനോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ് സുധീഷ്. തുടർന്ന് നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നികേഷ് സോറിയടാ, ഞാൻ സത്യമായിട്ടും മറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലടാ. അപ്പൊ നികേഷ് പറയണ, സുധീഷേട്ടാ എന്നോട് മിണ്ടാൻ വന്നേക്കരുത്. ഹരീഷിന്റെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച് എടാ ഹരീഷ് എന്ന് സുധീഷ് വിഷമത്തോടുകൂടി വിളിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ഹരീഷ് പറയുന്നു, തൊട്ടു പോകരുത്. കണ്ടു നിറങ്ങിയ സുധീഷ് പറയണ, ഹരീഷ് ഞാൻ അറിയാതെ ചെയ്തതാടാ, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. നിനക്ക് എന്നെ അറിയില്ലേടാ, അങ്ങോട്ട് മാറി നിൽക്ക്. സുഭാഷേട്ടാ ഞാൻ ഇറങ്ങുവാണേ. അങ്ങനെ സുധീഷിനെ തള്ളി മാറ്റി ബൈക്കിന്റെ കീയും എടുത്ത് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. അടുക്കളയിലേക്ക് വന്ന സുധീഷ് കണ്ണു നിറങ്ങി പറയുന്നു, സുഭാഷേട്ടാ സോറി സുഭാഷേട്ടാ, ഞാൻ അറിയാതെ ചെയ്തതാ, എന്നോട് ക്ഷമിക്ക്. ഇനി ഞാൻ
ഇങ്ങനെയൊന്നും ചെയ്യില്ല സുഭാഷ് ഏട്ടാ. നികേഷിന് ലഞ്ച് എടുത്ത് കൊടുക്കുകയാണ് സുഭാഷ്. സുഭാഷ് ഏട്ടാ പോയിട്ട് വരാന്ന് പറഞ്ഞ് നികേഷ് കോളേജിലേക്ക് പോകുമ്പോൾ സുഭാഷ് ഏട്ടാ സോറി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പിന്നാലെ വരികയാണ് സുധീഷ്. പോടാന്ന് പറഞ്ഞ് സുധീഷിന്റെ കൈ തട്ടിമാറ്റി ദേഷ്യത്തോടു കൂടി ജോലിക്കായി പോവുകയാണ് സുഭാഷ്. സുധീഷ് കണ്ണു നിറഞ്ഞ നിധിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ഭാസ്കരൻ ഉറക്കെ പറയുന്നു, എടാ അവൾ അവിടെ ഇല്ല, അവൾ അത് രാവിലെ ഓഫീസിലേക്ക് പോയി. ഇന്നലെ രാത്രി വലിയ സംഭവമാക്കിയല്ലോ നീ. നിങ്ങളെ ഞാൻ പറഞ്ഞ ദേഷ്യത്തോടു കൂടി സുധീഷ് അരികിലേക്ക് വന്ന് ഭാസ്കരന്റെ കഴുത്തിൽ കയറി പിടിക്കാനായി തുടങ്ങുമ്പോൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, അയ്യോ എന്നെ കൊല്ലാൻ തുടങ്ങുന്നേ, അയ്യോ എന്നെ കൊല്ലാൻ തുടങ്ങുന്നേ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് കൈയെടുത്ത് മാറ്റുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അമർത്തിയിരുന്നെങ്കിൽ ഞാൻ ചത്തുപോകുമായിരുന്നടാ. അപ്പൊ സുധീഷ് പറയുന്നു, നിങ്ങൾ ചാവുന്നാ നല്ലത്, നിങ്ങൾ കാരണമാണ് ഇതെല്ലാം നടന്നത്, ഞാൻ എന്റെ വഴിക്ക് പോയതല്ലേ, എന്നെ എരികേറ്റി ഇതെല്ലാം ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിനക്ക് വിവരമില്ലടാ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അവളുടെ റൂമിൽ പോയി കിടക്കാൻ നിന്നോടാരാ പറഞ്ഞത്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിർത്തുന്നുണ്ടോ, ഞാൻ നിങ്ങളോട് വന്ന ഉപദേശം ചോദിച്ചായിരുന്നു, ഇത്രയും കാലവും ആരുടെ കാര്യത്തിലും തലയിടാതെ ഒരു ഭാഗത്തിരിക്കുകയായിരുന്നില്ലേ നിങ്ങൾ, അങ്ങനെ അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്നോ നിങ്ങൾക്ക്, എന്തിനാ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ആവശ്യമില്ലാതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എന്നെ എരികേറ്റിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടന്നത്. ഇനി അവൾ എന്നോട് സംസാരിക്കുമെന്ന് പോലും എനിക്കറിയില്ല, ഇത്രയും നാളും ഞാൻ മര്യാദക്കല്ലേ അവളോട് പെരുമാറിയിട്ടുള്ളൂ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാത്തത് കൊണ്ട് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു. സുഭാഷ് ഏട്ടൻ എന്നോട് റൗഡിയാണെന്ന് പറയുന്നു, അവളപ്പോൾ അതിലും മോശമായിട്ടല്ലേ എന്നെ കാണുക. അതെ അതേന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ദേ നോക്ക്, ദയവ് ചെയ്ത് എന്റെ കൺമുന്നിൽ വന്നു പോകരുത്, നിങ്ങളെ ഞാൻ എന്തെങ്കിലും ചെയ്യും, മര്യാദയ്ക്ക് എന്റെ മുന്നിൽ പോകും. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിനക്ക് കഴിവില്ല, ഞാൻ എന്താ പറഞ്ഞത് നീ എന്താ മനസ്സിലാക്കിയത്, എന്തൊക്കെയോ ചെയ്തിട്ട് വന്ന് എന്റെ മെക്കിട്ട് കയറിയാൽ മതിയല്ലോ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ തലയിൽ കൈവച്ച വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്